ചിരിക്കാതെ റിപ്ലൈ താക്കോപ്പേ. നിനക്ക് അങ്ങനെ തോന്നിയോ ദേവ? ചിലപ്പോ ആണെന്ന് തോന്നും, ചിലപ്പോ അല്ലെന്നും തോന്നും. ഐ എം കൺഫ്യൂസ്ഡ്. ഐ ലൈക്ക് ഹർ, പക്ഷെ ലവ് അതില്ല. റിയലി? ഇത് ഞാൻ സീരിയസ് ആയി ചോദിച്ചതാ ജീവ. ബിക്കോസ് എനിക്കൊരു റിഗ്രറ്റ് അല്ല, ഒന്നുമില്ല. ഐ ട്രസ്റ്റ് യുവർ വേർഡ്സ്. നിനക്ക് അവളെ പ്രേമിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ? തമാശക്കാണെങ്കിൽ വേണ്ട ദേവ. ഷീ ഹാസ് എ ഗുഡ് ഹാർട്ട്. സീരിയസ് ആയിട്ടാണെങ്കിൽ ഞാൻ ഒത്തിരി ഹാപ്പി ആയിരിക്കും. കാരണം നിനക്ക് ഇതിലും നല്ലൊരു പെൺകുട്ടിയെ കിട്ടില്ല, ഐ ഗ്യാരണ്ടി. അപ്പോ മരിയ, ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. മീരി അല്ലെങ്കിൽ പിന്നെ ആരാ? ഐ നോ ഇതിനകത്ത് ഒരാളുണ്ടെന്ന്. എനി ഗസസ്? അലീന മാത്യു, ഫ്രണ്ട് ഓഫ് മീര കൃഷ്ണൻ അല്ലേ? ഞാൻ പോലും ഉറപ്പിച്ചിട്ടില്ല, പിന്നെ ഇങ്ങനെ കൃത്യമായിട്ട് എങ്ങനെ ഗസ് ചെയ്തു? എന്നേക്കാ നന്നായിട്ട് നിന്നെ അറിയുന്ന ആരാ ഉള്ള ജീവ? ആരുമില്ല. വാട്ട് യു തിങ്ക്? കൊള്ളാം, മീരയേക്കാൾ ബെറ്ററാ. പിന്നെ കാണാനും ക്യാരക്ടറും എല്ലാം നിനക്ക് ചേരും. എങ്ങനെയാ ഞാൻ അവളെ ഒന്ന് വിളക്കുക? ഓ ഗോഡ്. ഈ നോർമലി ഗേൾസിന് കൊടുക്കുന്ന ഒന്നും അവർക്ക് പറ്റത്തില്ല. ഐ മീൻ, ഷി ഡോണ്ട് ഈവൻ നോ അബൌട്ട് ദ ബ്രാൻഡഡ് ഡ്രസ്സസ് ഓർ പെർഫ്യൂംസ്. എന്തിന് ലിപ്സ്റ്റിക് പോലും അവൾക്കറിയില്ല. ചീപ്പായി ജീവിച്ച് എനിക്കാണെങ്കിൽ ശീലവും ഇല്ല. ദിസ് ഇസ് റിയലി കോംപ്ലിക്കേറ്റഡ്. ഇനി എന്താ ഒരു വഴി? ജീവിയോടൊന്ന് ചോദിച്ചു നോക്കിയാലോ. അവനാകുമ്പോ ഈ സിംപ്ലിസിറ്റിയുടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയാം. ഓക്കെ ജീവ, നീ എങ്ങനെയാ അവളെ ഇംപ്രസ് ചെയ്യാൻ പോകുന്നേ? ഐ മീൻ, അവൾക്ക് നിന്നെ ഇഷ്ടപ്പെടാനായിട്ട് നീ എന്താ പ്ലാൻ ചെയ്തേക്കുന്നത്? 2 ആഴ്ച കൂടുമ്പോ ഗേൾ ഫ്രണ്ടിനെ മാറ്റുന്നത് നീയാണോ എന്നോട് ഐഡിയ ചോദിക്കുന്നേ? ഓ, അത് പിന്നെ നത്തിങ്, സിംപ്ലി നിന്റെ സ്റ്റൈൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ. ഓ അങ്ങനെ. ദേവ, ലവ് ഇസ് വെരി ഡിഫറെന്റ് ഫ്രം ഡേറ്റിംഗ്. നമുക്കൊരാളെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാൻ പറ്റില്ല. ആൻഡ് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ അവിടെ ഇംപ്രഷൻ ഒന്നും വേണ്ട. നമ്മൾ നമ്മളായിട്ട് അവരായിട്ട് ഇഷ്ടപ്പെടണം. അല്ലാതെ ഈ ഫേക്കിംഗ് വോണ്ട് ലാസ്റ്റ്. ജസ്റ്റ് ട്രൈ ടു സീ ദം വിത്ത് ലവ് ആൻഡ് ബാക്കിയെല്ലാം തനിയെ വരും. അല്ലാതെ പെർട്ടിക്കുലർ റൂൾസ് ആൻഡ് ഐഡിയാസ് ഒന്നുമില്ല. എല്ലാവരും ഡിഫറെന്റ് അല്ലേ? നീ ഉറങ്ങിയോ? ഇല്ല. ടേക്ക് ഇറ്റ് സ്ലോ. ഇപ്പൊ ഉറങ്ങ്. ഹേയ് അലീന. ഹായ് ബ്രോ. കം ഓൺ, അവിടെ ഇരിക്കാം. ഇതാര്? അലീന, വാ വാ. കൂട്ടുകാരി എവിടെ? പനി. പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോയോ? ഇല്ല ബ്രോ, കുറവുണ്ട്. പിന്നെ ഇന്നുകൂടി ലീവ് എടുക്കാൻ ഞാനാ പറഞ്ഞേ. ആ, അത് നന്നായി. നാളെ പിന്നെ ലീവാണല്ലോ. നന്ദു, ആഹാ, ഇന്ന് വാങ്ങി തന്നു. പിന്നെ ഇന്ന് ആനന്ദ് ബ്രോയെ വാങ്ങി തന്നെ. ക്യാഷ് അയക്കണമെന്ന് പറഞ്ഞായിരുന്നോ? ഇല്ല. പിന്നെ നിന്നെ കുറിച്ച് എന്നോട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. വാ, ചായ കുടിക്കാം. എന്താ ചോദിച്ചേ? പനിയുടെ കാര്യമൊക്കെ. എനിക്ക് ഫോളോ റിക്വസ്റ്റ് അയച്ചിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. ആഹാ, എന്നിട്ട് നീ അക്സെപ്റ്റ് ആക്കിയോ? ഇല്ല. ഈ പെണ്ണ് ആ ഫോണിക്കതാ.
ഓ ഗോഡ്, കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉള്ളല്ലോ. ഓ, ഇതൊന്നാ ഡാൻസറിനകത്ത് പിക്കല്ലേ. കൊള്ളാം. നന്ദു, ദേ നിന്നെ ആനന്ദ ബ്രോ വിളിക്കുന്നു. എന്നെയോ? എന്തിന്? ഇനി പൈസ ഇടാനായിരിക്കോ? അതൊന്നും അറിയില്ല. എന്തായാലും നീ ഫോൺ എടുക്ക്. ഞാനോ? വേണ്ട, നീ എടുക്കാനോ പ്ലീസ്. അയ്യോ, എനിക്ക് തനിക്ക് ഒരു പ്രശ്നവുമില്ല. വെറുതെ അങ്ങയുടെ തെറി ഞാൻ എന്തിനാ കേൾക്കുന്നേ? ഹലോ മീര, താൻ കിടന്നോ? പനി കുറഞ്ഞോ? കഴിച്ചോ? ഓക്കെ, ടേക്ക് റെസ്റ്റ്. ഓക്കെ. ഓ ഗോഡ്, ഇതുവരെയുള്ളതൊക്കെ ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു. എങ്ങനെയും അവസാനം ഞാൻ വെക്കണമായിരുന്നു. ഇതിപ്പോ എൻ്റെ സ്റ്റോറി ഞാൻ ഉണ്ടാക്കേണ്ടി വരും. ഓ ഗോഡ്, ഈ പെണ്ണിനെ ഞാൻ എങ്ങനെ വളയ്ക്കാനാ? അങ്ങനെ 2 ദിവസത്തെ ഇടവേള കഴിഞ്ഞ് മീര ഇന്ന് കോളേജിലേക്ക് പോകുന്നുണ്ട്. അവൾക്കറിയില്ല ഇന്ന് അവളുടെ ലൈഫിനെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന്. അടുപ്പിച്ച് 4 ദിവസത്തെ റെസ്റ്റ് കിട്ടിയപ്പോ പെണ്ണിന് മടിയായല്ലേ? അത് പിന്നെ എന്തോ ഒരു മടി. അതൊക്കെ കാണും. പക്ഷേ നീ ഇല്ലാതെ ഇനി കോളേജിലേക്ക് എന്റെ പട്ടിക്കുട്ടി പോകും. അതുകൊണ്ട് എന്റെ നന്ദൂസ് നല്ല കുട്ടിയായിട്ട് വേഗം റെഡി ആയിക്കേ. ഇന്ന് പോണോ? ഇനി ആകെ ഈ വീക്കല്ലേ ഉള്ളൂ ക്ലാസ്. പിന്നെ 1 മാസം സ്റ്റഡി ലീവ് അല്ലേ? അപ്പൊ നീ ലീവ് എടുത്തു, എനിക്ക് ഒരു പ്രശ്നമില്ല. ഇവള് ഇങ്ങോട്ട് മാറിക്കേ, ഞാൻ എടുത്തു തരാം. ഇതാ, ഇതിട്ടാ മതി. വിട്ടോ വിട്ടോ. പോകാം. പോകാം. ദേവാ, ഒന്ന് വേഗം ഇറങ്ങ്. ഇത് എന്തൊരു കുളിയാ? നീ വല്ല കല്യാണത്തിന് പോകുവാണോ? ആടാ, ഇന്നൊരു കെട്ടുണ്ട് നിന്റെ കുഞ്ഞമ്മയുടെ മോടെ. രാവിലെ തന്നെ നല്ല മൂടാണല്ലോ. നീ ഇറങ്ങുന്നുണ്ടോ? അതോ ഞാൻ ചവിട്ടി പൊളിക്കണോ? കാറണ്ട, 5 മിനിറ്റ്. വേണ്ട, നീരായിട്ട് കഴിയട്ടെ. ഞാനേ അവന്മാരുടെ ആരെങ്കിലും റൂമിൽ പോയി കുളിച്ചോളാം. വേണ്ട, ഞാൻ ഇറങ്ങി. ആഹാ, ഇപ്പൊ ശരിയാക്കി തരാം. എന്നോടാ അവന്റെ കളി. അയ്യോ, എന്റെ ചാരിത്രം. ഇതാ മാറി. അതിന് നിനക്കതൊക്കെ ഉണ്ടോടാ? നീ കുളി കഴിഞ്ഞ് വാടാ. അയ്യേ, ഞാൻ അത്രക്കാരൻ നഹിഹേ. ശാപം. അല്ലെങ്കിൽ വേണ്ട, ജീവയുടെ കപ്പോടാ നല്ലത്. ആഹാ, ഈ ഡ്രസ്സിന് ഇത്രയും ലുക്കൊക്കെ ഉണ്ടായിരുന്നോ? ആരാ ഇട്ടേക്കുന്നേ? എന്താ മോനെ ഒരു ഇളക്കം? ഇനി കുറച്ച് ഇളകി നടക്കാം. നടക്കട്ടെ.